ദർശൻ ട്രാവൽ ആൻഡ് ഫുഡി ബൈ വിപിൻ നമ്പ്യാർ എന്ന ചാനലിൻ്റെ പുതിയ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. കർണാടകയിലെ ചിക്കമംഗളൂരിൽ പെടുന്ന ദത്തപീഠ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയുടെ വീഡിയോ ആണ്. ഈ ക്ഷേത്രത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശബരിമലയിൽ പോകുന്നതൊക്കെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. അതായത് വ്രതമെടുത്ത് മാലയിട്ടിട്ടാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ശബരിമലയിലേക്ക് പോകുമ്പോൾ നമ്മൾ 41 ദിവസം വ്രതമെടുത്ത് മാലയിട്ട് പോകുന്നതൊക്കെ അല്ല. ഇവിടത്തേക്ക് വെച്ചാൽ 2-3 ദിവസം വ്രതം എടുത്ത് മാലയിട്ടിട്ടാണ് പോകേണ്ടത്. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ശബരിമലയിലേക്ക് പോകുമ്പോൾ ഇരുമുടിക്കെട്ട് എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകുക, അതുപോലെ തന്നെ അരി, തേങ്ങ ഇതൊക്കെ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അവിടെ നിവേദ്യത്തിന് നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ദത്ത ജയന്തി, അവിടുത്തെ ഉത്സവ ദിവസമാണ് നമ്മൾ പോകുന്നത്. ഒരു ദിവസമേ അവിടെ ഉത്സവമുള്ളൂ. എല്ലാവർക്കും അവിടെ സന്ദർശിക്കാൻ പറ്റും. പക്ഷേ എല്ലാ ദിവസവും ആ അമ്പലത്തിൻ്റെ അകത്ത് കയറാനുള്ള ഇതില്ല. വർഷത്തിൽ 2-3 പ്രാവശ്യമേ ഉള്ളൂ. അവിടെ മെയിനായിട്ട് അകത്ത് പൂജ നടക്കുന്നത് ദത്ത ജയന്തി എന്ന് പറഞ്ഞ ആ ദിവസമാണ്. അന്നേ ദിവസമാണ് അവിടെ പൂജ. ഈ കാണുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ഏകദേശം ഒരു 12 കിലോമീറ്റർ മുൻകൂടിയായിട്ട് അവിടെ ഒരു അമ്പലത്തിലേക്ക് പോകുമ്പോൾ മുൻകൂടി നമ്മൾ കുളിച്ചിട്ട്, അതായത് സ്നാനം ചെയ്തിട്ടാണ് പോകേണ്ടത്. അത് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മലയിൽ നിന്ന് വെള്ളം വരുന്നുള്ള ഐസ്, പക്ക ഐസ് വാട്ടർ, അത്രയും തണുത്ത വെള്ളമാണ്. അവിടെ നിന്ന് കുളിച്ചിട്ടാണ് നമ്മൾ ശുദ്ധി വരുത്തിയിട്ടാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. അതിനുള്ള വാഹനങ്ങൾ, അവിടെ കുളിക്കാൻ വേണ്ടിയിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്താണ് നമുക്ക് കാണുന്നത്. ഇവിടെയാണ് നമുക്ക് ഇപ്പോൾ നമ്മളെ വണ്ടി നിർത്തി നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മളെല്ലാവരും. അതുപോലെ തന്നെ അവിടുന്ന് കുളിച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട്. അവിടെ പോയി ഗണപതിൻ്റെയും ക്ഷേത്രമാണ്. അവിടെ തൊഴുതിട്ടാണ് നമുക്ക് മറ്റ് ദത്തപീഠത്തിലേക്ക് പോകേണ്ടത്. അവിടുത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് ഭക്തരെ കാണാൻ, ഒരുപാട് ഭക്തർ കുളിച്ചിട്ട് വരുന്നത്, കുറേ ആൾ കുളിക്കാൻ പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ഫുൾ പോലീസ് സെക്യൂരിറ്റിയാണ് എല്ലാ സ്ഥലത്തും. നമ്മൾ കാണാൻ വഴിയരിയത്തെല്ലാം പോലീസുകാർ അവിടെ നിന്നിട്ട് ഈ തണുപ്പിൽ ഫുള്ള്. ഈ ഒരു ദിവസമാണ് അവിടത്തേക്ക് നമുക്ക് ഈ ദത്തപീഠ അമ്പലത്തിൻ്റെ ഉള്ളിൽ പൂജ കാര്യങ്ങൾ നടക്കുന്നത്. ആ ദിവസമാണ് നമുക്ക് കയറി പോകാനുള്ള അനുമതി. ഈ കാണുന്നതാണ് അവിടെ കുളിച്ച് വന്നവർ അതിനകത്ത് കയറി ആ അമ്പലത്തിനകത്ത്, ചെറിയ അമ്പലത്തിനകത്ത് കയറി തൊഴുത് അവിടുന്ന് പ്രസാദം വാങ്ങിച്ചിട്ടാണ് അവിടത്തേക്ക് പോകേണ്ടത്. അപ്പോൾ കാണാൻ ഒരുപാട് ആൾക്കാർ കുളിക്കുന്നതൊക്കെ കാണാം, അവിടുന്ന് സ്നാനം ചെയ്യുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 6 മണി, രാവിലെ 6-6:15 ഉള്ളൂ. ഭയങ്കര തണുത്ത വെള്ളമാണ്. ഇവിടെ നിന്നാണ് കുളിക്കേണ്ടത് നമ്മൾ. നമ്മൾ ദത്തസ്ഥാനമാണ് ഇവിടെ ഉള്ളത്. അതായത് സ്നാനം ചെയ്യുന്ന കാണാം, നമുക്ക് എല്ലാവരും സ്നാനം ചെയ്യുന്നത്. അതിരാവിലെ ഇപ്പോൾ 6 മണി ആയതുള്ളൂ. 5 കണക്കുന്ന വെള്ളമാണ്. എല്ലാവരും തണുത്ത് ഉറക്കാണ്. എൻ്റെ വെച്ച് ഇപ്പോൾ ക്യാമറ ചെയ്യുന്നത് അശ്വത്ത്, എൻ്റെ ഫ്രണ്ടാണ്. അദ്ദേഹം വരെ കുളിച്ചിട്ട് ഇപ്പോൾ ഉറച്ചില്ല. ഞാനിപ്പോൾ കുളിക്കാൻ പോവാണ്. ദത്തപീഠത്തിലേക്ക് പോകാൻ ദത്തസ്ഥാനം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വാഹനം എടുത്തു, ബസ്. അപ്പോൾ അങ്ങനെ പോവാണ്. അപ്പോൾ നമ്മുടെ സാരഥികളുണ്ട്, 1-2 സാരഥികളുണ്ട് നമ്മളെ വാഹനത്തിൻ്റെ. അപ്പോൾ അവരെ കാണാം. നമുക്ക് എല്ലാ സ്ഥലങ്ങളും, ഓരോ സ്ഥലങ്ങളും നമുക്ക് കാണിച്ചു തരികയും നമ്മളെ യാത്ര ഏറ്റവും നല്ല സഫലമാക്കുന്നൊരു നമ്മുടെ സാരഥികളാണ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും കുളിച്ച് റെഡിയായിട്ട്, എൻ്റെ സുഹൃത്തുക്കളും ഉണ്ട്, എല്ലാവരും കാണാം നിങ്ങൾക്ക്. ദത്തപീഠത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സുഹൃത്തുക്കളൊക്കെ കുളിച്ച് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു യാത്ര കിട്ടുന്നത് എനിക്ക് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെയുള്ള ക്ഷേത്രം ആർക്കും, നമ്മുടെ മലയാളികൾക്ക് കൂടുതൽ അറിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മുടെ മലയാളികൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. കൂടുതൽ ഇനിയും കാഴ്ചകൾ കാണാനുണ്ട്. ഇനി മുമ്പിലോട്ട് പോകണം. ഇനിയും 10 കിലോമീറ്ററോളം പോകാനുണ്ട് അമ്പലത്തിലേക്ക്. ഫുള്ള് മലകളാണ്. ഓരോ മലക്കും ഓരോ പേരുണ്ടെന്നാണ് പറഞ്ഞത്. അത് അവിടെ കറക്റ്റായിട്ട് അറിയുന്നവരോട് ചോദിച്ചാൽ അത് ഡീറ്റെയിൽ കിട്ടൂ. പക്ഷേ ഇങ്ങനെ ഒരു യാത്രയായതുകൊണ്ട് കൂടുതൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റിയില്ല, ആരോടും ചോദിക്കാനും പറ്റിയില്ല.
ഈ ദത്തപീഠത്തിലേക്ക് പോകുമ്പോൾ വഴിയരികിൽ പോലീസുകാരെ കാണാം. ഇത് നമ്മളെ എന്താ പറയുക, ചുരങ്ങാണൊക്കെയാണ്, ഇങ്ങനെ വളഞ്ഞ് റോഡാണ്. അപ്പോൾ ഓരോ അപകട മേഖലയിൽ ഏകദേശം 4ഉം 5ഉം പോലീസുകാർ രാവിലെ 5 മണി മുതലേ ഡ്യൂട്ടിക്കുണ്ട് അവിടെ. എന്നുവെച്ചാൽ താഴ്വാരത്തിന് 24 കിലോമീറ്റർ താഴ്വാരത്തിനാണ് മുകളിലോട്ട് കയറി പോകേണ്ടത്. അപ്പോൾ അവിടുന്ന് നമ്മൾ വണ്ടി രാത്രി എത്തിയിട്ട് പാർക്ക് ചെയ്തിട്ട് അവിടെ എല്ലാ സൗകര്യമുണ്ട്, ബാത്റൂം സൗകര്യം, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് അവിടെ. അതൊക്കെ നമ്മൾ അവിടുന്ന് ഇത് കഴിഞ്ഞ് രാവിലെ 6 മണിക്കാണ് അവിടുന്ന് രാവിലെ താഴ്വാരത്തിന് നമ്മൾ മുകളിലോട്ട് വിടുക. അപ്പോൾ രാവിലെ ആ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പോലീസുകാർ ഇത്രയും ആൾക്കാരിങ്ങനെ വരുന്ന വഴിയിൽ എന്താ അപകടം നടക്കണ്ടെന്നിട്ട് പോലീസുകാർ ഡ്യൂട്ടിക്കുള്ളതാണ്. ഇവരൊക്കെ ഒരുപാട് നമിക്കണം ഇങ്ങനെ ഇത്ര തണുപ്പിൽ ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ മലകളിൽ നിന്ന് നമുക്ക് കാണാം ദൂരെ വഴി. ഇതൊക്കെ നമ്മൾ വന്ന വഴിയാണ് ദൂരെ കാണുന്നത്. ശരിക്കും ക്യാമറയിൽ കിട്ടിയില്ല. അതിലെ കൂടി വാഹനങ്ങൾ വരുന്നുണ്ട്, നമുക്ക് കാണാം. ദൂരത്ത് കൂടി ആദ്യം നമ്മൾ വന്ന വഴി ഫുള്ളിങ്ങനെ ദൂരത്ത് വരാം. അങ്ങേ അറ്റത്തെ മലയിൽ നിന്നാണ്, അതിൻ്റെയും അപ്പുറത്താണ് നമ്മൾ താഴ്വാരം. ഈ മലേൻ്റെയും അപ്പുറത്താണ് താഴ്വാരം ഉള്ളത്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരേണ്ടത്. ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 5-6 മലകളുണ്ട് ഇങ്ങനെ. ഇപ്പോൾ നമ്മളെന്താ പറയുക, ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന രീതിയിലാണ് അവിടുത്തെ കാഴ്ച. അത്രയും മരങ്ങളൊന്നും കാണാനില്ല, മലകളെ കാണാനില്ല. നോക്കിക്കോ, കാണാം മരങ്ങളൊക്കെ കുറവാണ്. അങ്ങ് കാണാം വാഹനങ്ങൾ വരുന്നത്. गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुर्साक्षात् परब्रह्मा तस्मै श्री गुरुवे नमः तस्मै श्री गुरुवे नमः तस्मै श्री गुरुवे नमः. അപ്പോൾ ദത്തപീഠ ക്ഷേത്രത്തിൻ്റെ അവിടെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയിട്ട് ഇരുമുടി കെട്ടുമായിട്ട് എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇറങ്ങി ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഇവിടെയാണ് നമ്മളെ പാർക്കിംഗ് കിട്ടിയില്ല. ഓരോ മലകളുടെ ചെറിയ നല്ല വാഹനങ്ങൾ നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ വാഹനം നിർത്തിയിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയകളുണ്ട് ഓരോ വാഹനങ്ങൾക്ക്. അപ്പോൾ നമ്മൾക്ക് വാഹനം പാർക്ക് ചെയ്യാൻ കിട്ടിയ സ്ഥലമാണിത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് സുഹൃത്തുക്കളൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ പോകും. ഏകദേശം 1000കണക്കിന് ആൾക്കാർ ക്ഷേത്രത്തിന് ദർശനം ചെയ്ത് വരുന്നുമുണ്ട്, അത് കണക്ക് ക്ഷേത്രത്തിലേക്ക് പോകുന്നുമുണ്ട്. നമുക്ക് കാണാം ഇതിൽ വീഡിയോ. ഈ വീഡിയോ ഇതുവരെ കണ്ടവരെല്ലാവരും ക്ഷമിക്കുക ദയവേത്. എന്തുകൊണ്ട് വെച്ചാൽ ഞാൻ അവിടെ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഉത്സവ ദിവസങ്ങളിൽ ആ അമ്പലത്തിൻ്റെ അകത്തേക്ക് ആ ഏരിയയിലേക്ക് തന്നെ വീഡിയോഗ്രാഫേഴ്സ് ഒന്നിനും ഒരു അലൗഡും ഇല്ല, ചെയ്യാൻ വിടുന്നില്ല അവിടെ. അതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ദയവേത് എല്ലാവരും ക്ഷമിക്കുക. അടുത്ത പ്രാവശ്യം ഞാൻ പോകുന്നുണ്ടെങ്കിൽ അവിടുന്ന് എന്തായാലും വീഡിയോ ചെയ്യാം. ആ അമ്പലത്തിൻ്റെ അകത്തുനിന്ന് മാത്രം വീഡിയോ ചെയ്യാൻ പാടില്ല, മറ്റ് പുറത്തുനിന്നൊക്കെ ചെയ്യാം. പക്ഷേ ഉത്സവ ദിവസങ്ങളിൽ അതും ചെയ്യാൻ അനുമതി നൽകുന്നില്ല. അവിടെ മൊത്തം പോലീസും സേനൻ്റെ അവരാണ് ഉള്ളത്. അതുകൊണ്ട് ക്ഷമിക്കുക. നമ്മൾ അതിൻ്റെ മടക്കം വരുമ്പോൾ വേറൊരു ക്ഷേത്രത്തിൽ നമ്മൾ കയറിയിട്ടാണുള്ളത്. ചെന്നക്കേശവ ടെമ്പിളാണ് ഇപ്പോൾ കാണുന്നത് മടക്കമുള്ള യാത്രയിൽ. ഇവിടുന്ന് വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞത്. പക്ഷേ ക്ഷേത്രത്തിൻ്റെ അകത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഈ വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാം, ഇത് ചെറിയൊരു വീഡിയോ ഉള്ളൂ. അപ്പോൾ ഈ വേളൂർ ക്ഷേത്രത്തിൻ്റെ എല്ലാ വീഡിയോകളും ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് കാണുന്നത്. നിങ്ങൾ എന്താ പറയുക, മരങ്ങളൊന്നും ഇല്ലാതെ കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണിത്. ഇവിടുത്തെ പ്രത്യേകത, ഇവിടുത്തെ ഐതിഹ്യം തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ കുറച്ച് വീഡിയോയും നിങ്ങൾക്ക് ഇതിൽ കൂടി എൻ്റെ ചാനലിൽ കൂടി കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക തന്നെ. അതുപോലെ തന്നെ അടുത്ത എൻ്റെ വീഡിയോ കാണുന്നവരെ
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേളൂർ ക്ഷേത്രത്തിൻ്റെ വീഡിയോയും കൂടി ഇതിലൂടെ കാണാം. വേളൂർ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളമാണ് കാണുന്നത്. ആ ക്ഷേത്രക്കുളത്തിൽ ഒരുപാട് മത്സ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ആമയും ഉണ്ട്. ആമേനെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ ഉണ്ടായിരുന്നു, പിന്നെ വീണ്ടും അടിയിലോട്ട് പോയി. ഒരുപാട് മത്സ്യം കാണാം നമുക്ക്. അതുപോലെ തന്നെ അടുത്ത എൻ്റെ വീഡിയോ വരുന്നവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്നെ എല്ലാ രീതിയിലും നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്. എല്ലാവരും ക്ഷമിക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ സമ്പൂർണ്ണമായി എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത പ്രാവശ്യം തീർച്ചയായും ഞാൻ ആ ക്ഷേത്രത്തിൽ പോയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അതുവരെ എല്ലാവരും ക്ഷമിക്കുക.